പ്രിയപ്പെട്ടവരെ, സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ 6ാം വാർഷികവും ഗിരിജ കെ നായരുടെ പുസ്തക പ്രകാശനവും സമ്മാനദാനവും അതിനെക്കുറിച്ചുള്ള കുറഞ്ഞ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കട്ടെ. 14/2/2026 വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള ഹോട്ടൽ നവമിയിൽ മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ 6ാം വാർഷികവും ശ്രീമതി ഗിരിജ കെ നായരുടെ അവൾ സ്വപ്നം കാണുകയാണ് എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രകാശനവും നടന്നു. ശ്രീ കരുണാകരൻ പേരാമ്പ്രയായിരുന്നു സ്വാഗതം പറഞ്ഞിരുന്നത്. അദ്ദേഹം കാർട്ടൂണിസ്റ്റും ലളിത ബുക്സിൻ്റെ പ്രസാധകനും കവിയും അധ്യാപകനുമാണ്. ശ്രീമതി റുക്സാന കക്കോടി അധ്യക്ഷ സ്ഥാനം വഹിച്ചു. എഴുത്തുകാരി, കലാസാംസ്കാരിക പ്രവർത്തക, മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ സ്ഥാപകർ. തുടർന്ന് ക്രൈം ഇൻസ്പെക്ടർ ഓമശ്ശേരി സ്വദേശിയും മോട്ടിവേഷൻ സ്പീക്കർ സൈക്കോളജിസ്റ്റും ട്രെയിനറുമായ ശ്രീ സാജൻ പുതിയോട്ടിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗിരിജ കെ നായരുടെ പുസ്തക പ്രകാശനവും അദ്ദേഹമാണ് ചെയ്തത്. റുക്സാന കക്കോടി പുസ്തകം ഏറ്റുവാങ്ങി. ബിന്ദു ശിവാനന്ദ് പുസ്തക പരിചയം നടത്തി. ശരത് കല്ലറ ഓൺലൈനായി ആശംസകൾ അർപ്പിച്ചു. മേലാൽ മോഹനൻ, അനീസ സുബൈദ എന്നിവർ മറ്റു തിരക്കുകൾ കാരണം ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നില്ല. തുടർന്ന് ആശംസകൾ അർപ്പിച്ചത് ന്യൂ മെമ്പറായ പഴയ റിട്ടയർഡ് തഹസിൽദാർ കൃഷ്ണൻ നായരായിരുന്നു. പിന്നീട് മത്സര വിജയികളായ ശ്രീമതി കയ്യുമ്മ കോട്ടപ്പടി, എഴുത്തുകാരി, 50 വർഷമായി എഴുത്തിൻ്റെ മേഖലയിൽ നിലകൊള്ളുന്നു. ഫൈസൽ കൊയിലാണ്ടി, രാധാമണി, ഗിരിജ കെ നായർ, റോയ് സാബു, ഉദയഗിരി എന്നിവർക്ക് സാജൻ പുതിയോട്ടിലും ബക്കർ കല്ലോടും സമ്മാനം വിതരണം നടത്തി. ശ്രീമതി ബിന്ദു ശിവാനന്ദ് വിജയികളായവർക്ക് ആശംസകൾ അർപ്പിച്ചു. ബിന്ദു ശിവാനന്ദിൻ്റെ കവിതാലാപനം ഉണ്ടായിരുന്നു. റുക്സാന കക്കോടി, ബിന്ദു ശിവാനന്ദ് തുടങ്ങിയവർ ഗാനാലാപനം നടത്തി. നിർമ്മല കെ നായർ പരിപാടിക്ക് നന്ദി പറഞ്ഞു. 6 മണിയോടെ പരിപാടിക്ക് സമാപ്തി കുറിച്ചു. മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ 6ാം വാർഷികം നടന്നത് കോഴിക്കോട് അരയിടത്ത് പാലത്തുള്ള നവമി ഹോട്ടലിൽ വെച്ചായിരുന്നു. വൈകിട്ട് 4 മണിക്കായിരുന്നു ഉദ്ഘാടന കർമ്മം. മിഠായിത്തെരുവ് സാഹിത്യ കൂട്ടായ്മയുടെ ജൈത്രയാത്ര ആരംഭിച്ചത് ഒരു കൊറോണ കാലത്തെ വാലന്റൈൻ ദിനത്തിലാണ്. അന്ന് നമ്മോടൊപ്പം പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ് കാർട്ടൂണിസ്റ്റ് കരുണാകരൻ പേരാമ്പ്രയും കവി ബക്കർ കല്ലോടും. 6ാം വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോഴും ഈ ഒരുമയുടെ കൂട്ടായ്മ എളിമയോടെ മുന്നോട്ട് തങ്ങളുടെ പ്രയാണം കുറിക്കുകയാണ്. 6ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സബ് ഇൻസ്പെക്ടർ ശ്രീ സാജൻ പുതിയോട്ടിലാണ്. ശ്രീമതി റുക്സാന കക്കോടി 5 വർഷത്തെ റിപ്പോർട്ട് ഉദ്ഘാടന ദിവസം സമർപ്പിച്ചു. തുടർന്ന് കഥ, കവിത, രചന വിജയികളായ ഫൈസൽ കൊയിലാണ്ടി, രാധാമണി, ഗിരിജ കെ നായർ, കയ്യുമ്മ കോട്ടപ്പടി എന്നിവർക്ക് രശ്മ നിഷാദ് എന്നിവർക്കു സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി ആദരിച്ചു. ശ്രീമതി ഗിരിജ കെ നായരുടെ 2ാമത്തെ പുസ്തകവും ആദ്യ കഥാസമാഹാരവുമായ അവൾ സ്വപ്നം കാണുകയാണ് എന്ന പുസ്തകം ശ്രീ സാജൻ പുതിയോട്ടിൽ പ്രകാശനം ചെയ്തു. ഗിരിജ കെ നായരുടെ ആദ്യ പുസ്തക വിൽപ്പന ശ്രീ ബക്കർ കല്ലോടിന് നൽകി. ബിന്ദു ശിവാനന്ദ്, റുക്സാന കക്കോടി തുടങ്ങിയവർ ഗാനാലാപനം നടത്തി. ന്യൂ മെമ്പർ കൃഷ്ണൻ നായർ ആശംസകൾ അർപ്പിച്ചു. നിർമ്മല കെ നായർ നന്ദി പറഞ്ഞു. 6 മണിയോടെ പരിപാടി അവസാനിച്ചു. വളരെ സന്തോഷകരവും സമാധാനവും സ്നേഹപരവുമായ ഒരു കൂട്ടായ്മയുടെ ഒത്തുകൂടലാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും വളരെ ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മൾക്ക് ആവശ്യവുമുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ കൂട്ടായ്മ വലിയ മുതൽമുടക്കൊന്നുമില്ലാതെ
വളരെ സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മുടെ പ്രവർത്തനം ഏറ്റവും വലിയ രീതിയിൽ, ചെറിയ രീതിയിൽ പോയി വലിയ പ്രവർത്തനമാണ് നമ്മൾ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഓരോ വാർഷികത്തിനും ഓരോ പുസ്തകം ഈ കൂട്ടായ്മ പ്രകാശനം ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ പുസ്തകങ്ങൾ തന്നെയാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചു പോകുന്നത്. വളരെ തുച്ഛമായ വിലയിലാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ക്വാളിറ്റിയുള്ള പുസ്തകങ്ങളാണ്. ഒരു തവണ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുസ്തകം നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ നമുക്കതിൻ്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ശ്രീമതി കയ്യുമ്മു കോട്ടപ്പടിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഗിരിജ കെ നായരുടെ പുസ്തക പ്രകാശന കർമ്മം സാജൻ പുതിയോട്ട് നിർവഹിച്ചത്. എല്ലാത്തിനും മുൻകൈയിൽ പ്രവർത്തിച്ചിരുന്നത് ശ്രീ കരുണാകരൻ പേരാമ്പ്രയായിരുന്നു. സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങട്ടെ. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളും കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.